5/12/2025 ഈ പണി ഇവിടെ നടക്കുന്നത്. വാളക്കുട മസ്ജിദുൽ ഗഫാർ പള്ളിയുടെ പുനർനിർമ്മാണത്തിൻ്റെ ഭാഗമായി പള്ളി പൊളിക്കുന്നതിൻ്റെ മുന്നോടിയായി ഒരു ഷെഡ് കെട്ടുക എന്ന പരിപാടിയാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിലെ ഈ പള്ളിയിൽ ആളുകൾക്ക് വെള്ളിയാഴ്ച ദിവസങ്ങളോ അതുപോലെ തന്നെ 2 പെരുന്നാൾ ദിവസങ്ങളിലോ ആളുകൾക്ക് വേണ്ടത്ര സൗകര്യങ്ങൾ ഈ പള്ളിയിൽ ഇല്ല എന്നതാണ് മെയിൻ കാരണം. അങ്ങനെ സക്കാഫി ഉസ്താദിൻ്റെ പ്രാർത്ഥനയോട് കൂടിയാണ് നമ്മുടെ ഈ ഷെഡിൻ്റെ പണി ആരംഭിക്കുന്നത്. 2 ആഴ്ചകൾക്ക് മുൻപ് ഇതുപോലെ ഒരു ദിവസം തറയുടെ പണിയും അതുപോലെ തന്നെ കുറച്ച് ഭാഗങ്ങൾ മണ്ണിട്ട് നിരത്തലും കഴിഞ്ഞു. പണിക്കാരുടെ എനർജിക്കും അതുപോലെ തന്നെ പണിക്കാരുടെ ഉന്മേഷത്തിനും വേണ്ടി ഒരു കട്ടൻ ചായയും ഒരു ലഘുകടി അലുവയും അവിടെ എല്ലാവർക്കും വിതരണം ചെയ്യുകയുണ്ടായി. നമ്മുടെ ഈ ഷെഡിൻ്റെ പടവ് എന്ന് പറയുന്നത് തറയിൽ നിന്നും 3 വരി ഉയരത്തിൽ 3 വരി മാത്രം പടുക്കുക, അതിൻ്റെ മേലിട്ട് ഷീറ്റ് കൊണ്ട് മറക്കുക എന്നതാണ്. കുറേ കാലങ്ങൾക്ക് മുമ്പേ, അതായത് എൻ്റെ ചെറുപ്പത്തിൽ ഇതുപോലെ ഒരു ഷെഡ്, ഇതിൻ്റെ തൊട്ടങ്ങേപ്പുറത്ത് ഒരു ഷെഡ് ഇവിടെ ഉണ്ടാക്കിയിരുന്നു. ഈ വാർപ്പിട്ട് പള്ളി വരുന്നതിൻ്റെ മുന്നേ, കുറേ കാലങ്ങൾക്ക് മുന്നേ ഇവിടെ ഒരു ചെറിയ ഒരു സ്രാമ്പി ഒരു ഓടിൻ്റെ പള്ളി ഉണ്ടായിരുന്നു. ആ പള്ളി പൊളിച്ച് നമ്മുടെ ഈ ഇന്നത്തെ കോലത്തിലുള്ള പള്ളിയാക്കുന്നതിന് വേണ്ടി അതിൻ്റെ പുനർനിർമ്മാണത്തിന് വേണ്ടി താൽക്കാലിക ഒരു ഷെഡ് ഇതിൻ്റെ അങ്ങേപ്പുറത്ത് കെട്ടിയിരുന്നു. അന്ന് ആ ഷെഡ് കെട്ടിയ പല ആളുകളും നമ്മോടൊപ്പം ഇന്നില്ല. അന്ന് ആ ഷെഡ് കെട്ടലിൻ്റെ കാരണത്താൽ അള്ളാഹു അവരുടെ കബറിടം വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ, സ്വർഗപ്പൂന്തോപ്പാക്കി കൊടുക്കുമാറാവട്ടെ. അങ്ങനെ ഷെഡിൻ്റെ പണികൾ തകൃതിയായിക്കൊണ്ട് നടക്കുകയാണ്. ഏകദേശം ഭാഗങ്ങളെല്ലാം 3 വരി കല്ല് 3 വരി കട്ട പടുത്തു കഴിഞ്ഞു. അതുപോലെ തന്നെ വാതിൽക്കെട്ടിൽ വെച്ച് കഴിഞ്ഞു. പിന്നെ 3 ജനവാതിലും കൂടി വെക്കാനുണ്ട്. ഈ പണിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാ പണിക്കാരും നമ്മുടെ ഈ നാട്ടിലുള്ള ആളുകൾ ആണ് എന്നതാണ്. അതുപോലെ തന്നെ എല്ലാവരും കണ്ടറിഞ്ഞ് ഫ്രീ ആയിട്ടാണ് പണിയെടുക്കുന്നത് എന്നതാണ് മറ്റൊരു പ്രത്യേകത. ഈ വീഡിയോസ് കാണുന്ന ഭൂരിഭാഗം ആളുകളും പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമാണ്, വിചാരിക്കുന്ന ഒരു കാര്യമാണ്, എനിക്കും കൂടി ഈ പണിയെടുത്തുകൂടെ, എന്തിനാണ് വീഡിയോസ് എടുക്കുന്നത് എന്നത്. 7:30 മുതൽ ഞാനും ഈ പണിസ്ഥലത്ത് പണിയെടുക്കുന്നുണ്ട്. ആ പണിയെടുക്കുന്നതിൻ്റെ ചെറിയ ചെറിയ ഗ്യാപ്പുകളിലാണ് ഈ വീഡിയോസ് എടുക്കുന്നത്. ഒരു പക്ഷേ അടുത്ത തലമുറകൾക്ക് ഇങ്ങനെയെല്ലാം ബുദ്ധിമുട്ടുകൾ സഹിച്ചാണ് അങ്ങനെ ഒരു നല്ല പള്ളി ഇവിടെ കൊണ്ടുവരുന്നത് എന്ന അടുത്ത തലമുറ അറിഞ്ഞതിനും അവർക്ക് കാണുന്നതിനും വേണ്ടിയാണ് ഈ വീഡിയോസ് എടുക്കുന്നതെന്ന് മാത്രം. ഈ ഷെഡിൻ്റെ മുഴുവൻ പണികളും കഴിഞ്ഞ് ഇതിൽ നിസ്കാരം തുടങ്ങിയതിന് ശേഷമായിരിക്കും നമ്മുടെ ആ പള്ളി പൊളിക്കാൻ ആരംഭിക്കുക. പൊളിച്ചു കഴിഞ്ഞ് 1 വർഷം കൊണ്ട് ഇത് പൂർത്തിയാവുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഈ പണിയിൽ വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. അത് കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമെന്നാണ് ഞാൻ കരുതുന്നത്. ഇന്ന് കിട്ടിയ ഊർജം പോലെ നമ്മുടെ ഈ ഷെഡിൻ്റെ പണി കൈവോളം നമ്മളിലേക്ക് ഉണ്ടാവട്ടെ, അത് കിട്ടട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. നമ്മുടെ ഈ പണിയിൽ എടുത്തു പറയേണ്ട ഒരു മഹൽ വ്യക്തിയാണ് പൂവിൽ ഇബ്രാഹിം ഇക്കായ് എന്ന ആള്. ഏകദേശം മുഴുവൻ ഭാഗങ്ങളും 3 വരി പടുത്തു കഴിഞ്ഞു. ഇനിയുള്ള പണികൾ ജനവാതിലിൻ്റെയും വാതിലിൻ്റെയും പുടുത്തത്തിന് വേണ്ടി അവിടെ ഒരു 3 വരി കല്ലും കൂടി വെക്കുക എന്നതാണ്. അതുപോലെ തന്നെ മിഹ്റാബിൻ്റെ ഭാഗത്തുള്ള ഒരു 3 വരി പടവും. അതും കൂടി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഷെഡിൻ്റെ പടവിൻ്റെ പണി പൂർത്തിയായി. നമ്മളിൽ നിന്ന് ആരും വിളിക്കാതെ എത്തിയ ആളാണ് നമ്മുടെ മണിയേട്ടൻ, അഥവാ മണിയേട്ടൻ എന്ന മണിസ്വാമി. ഞാൻ നിങ്ങളോട് വീണ്ടും വീണ്ടും പറയുകയാണ്, ഞാൻ ഒരു ഫോട്ടോസോ വീഡിയോസോ എടുക്കാൻ വേണ്ടി മാത്രം വന്നതല്ല. പണിയുടെ ഇടയിൽ കിട്ടുന്ന ചെറിയ ഗ്യാപ്പുകൾ കൊണ്ട് എടുത്തു വെക്കുന്ന ഓരോരോ ചെറിയ വീഡിയോസുകളും കൂട്ടിച്ചേർത്താണ് ഈ വീഡിയോസ് ഉണ്ടാക്കിയിരിക്കുന്നത്. അല്ലാതെ ഫുൾ ടൈം വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം വന്നതല്ല. ഞാൻ ഇങ്ങനെ വീഡിയോസ് എടുക്കുന്നതിന് ആളുകൾക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടാകുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയുന്നത്.
നമ്മുടെ ഈ ഷെഡിൻ്റെ പടവ് കഴിഞ്ഞാൽ ഉടൻ തന്നെ അടുത്ത പണി ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് നമ്മൾ കാത്തിരിക്കുന്നത്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ മദ്രസയും ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മുടെ മദ്രസ ആദ്യം ഓടിൻ്റെ മദ്രസ ആയിരുന്നു. ഈ സ്ഥലത്തു തന്നെയാണ് മദ്രസിനുമുള്ള ഷെഡും കെട്ടിയിരുന്നത്. ആ മദ്രസിനുള്ള ഷെഡ് കെട്ടി, ആ ഷെഡ് കെട്ടിയതിന് ശേഷം നമ്മുടെ മദ്രസ പൊളിച്ചു മാറ്റി, എന്നിട്ടാണ് നമ്മുടെ വാർപ്പിൻ്റെ മദ്രസ എടുത്തത്. അങ്ങനെ പള്ളിയുടെ ഷെഡിൻ്റെ പടവുകളെല്ലാം കഴിഞ്ഞ് എല്ലാവരും ചായ കുടിക്കുന്നതിൻ്റെ